നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളായ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജീവിതത്തിലെ ശരിക്കും നമ്മുടെയെല്ലാം ഹൃദയത്തിൽ തൊടുന്ന ഒരു സംഭവമാണ്. ഇതൊരു വെറും കഥയല്ല, മറിച്ച് ത്യാഗത്തെക്കുറിച്ചും വലിയ ആദർശങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വലിയ പാഠമാണ്. നമുക്ക് മനസ്സുകൊണ്ട് ആ കാലത്തിലേക്കൊന്നു പോകാം, അല്ലേ? രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു സമയം. ആ സമയത്താണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയെ അറസ്റ്റ് ചെയ്യാനായി ബ്രിട്ടീഷ് പോലീസ് വീട്ടിലേക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊരു കുടുംബത്തിനും അത് താങ്ങാൻ പറ്റാത്തൊരു നിമിഷമാണ്. പക്ഷേ ആ ഒരു നിർണായക നിമിഷത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ നേരം ശാസ്ത്രിജി തന്റെ കുടുംബാംഗങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്ത വളരെ അസാധാരണമായൊരു കാര്യമായിരുന്നു അത്. ആ വാക്കുകളാണ് ഈ കഥയുടെ കാതലും. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത്രയുള്ളൂ: ആരും കരയരുത്. എങ്ങനെയുണ്ടാകും? പ്രിയപ്പെട്ട ഒരാളെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ സങ്കടം വരുന്നത് സ്വാഭാവികമല്ലേ? എന്നിട്ടും ആ നിമിഷത്തിൽ കണ്ണീരിനു പകരം എല്ലാവരും സംയമനം പാലിക്കണമെന്നായിരുന്നു ശാസ്ത്രിജി ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? മകന്റെ ഈയൊരു വാക്ക് കേട്ടപ്പോൾ ആ അമ്മയുടെ ഹൃദയം പിടഞ്ഞുപോയി കാണും. അവരുടെ പ്രതികരണം അത് ഏതൊരമ്മയുടെയും ഉള്ളിൽ നിന്ന് വരുന്നതുപോലെ വളരെ സ്വാഭാവികമായിരുന്നു. ആ അമ്മയുടെ വാക്കുകളിൽ സ്നേഹവും അതേസമയം വേദനയും നിറഞ്ഞിരുന്നു. അവർ പറഞ്ഞതിലും ഒരു ശരിയുണ്ടല്ലോ, അല്ലേ? സ്വന്തം മകൻ കഷ്ടപ്പെടുമ്പോൾ സങ്കടപ്പെടുന്നത് ഒരമ്മയുടെ അവകാശമാണ്. ആ വാത്സല്യത്തെ ആർക്കാണ് കുറ്റം പറയാൻ കഴിയുക? എന്നാൽ ഇവിടെയാണ് ഈ കഥയുടെ ഗതി മാറുന്നത്. അമ്മയുടെ ആ വേദന നിറഞ്ഞ വാക്കുകൾക്ക് ശാസ്ത്രജി നൽകിയ മറുപടി അത് വെറുമൊരു സമാധാനിപ്പിക്കലായിരുന്നില്ല, അതിലൊരു വലിയ ദർശനം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ശാസ്ത്രിജിയുടെ മറുപടി കേൾക്കൂ. എത്ര ശാന്തമായി, എന്നാൽ എത്ര ദൃഢമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അമ്മ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നമ്മളെങ്ങനെ കരയുന്നതിനു പകരം സന്തോഷത്തോടെ ഇതിനെ നേരിട്ടാൽ അത് കണ്ടു വളരുന്ന കുട്ടികൾക്ക് എത്ര വലിയൊരു പ്രചോദനമായിരിക്കും. നോക്കൂ, അദ്ദേഹം സ്വന്തം കഷ്ടപ്പാടിനെക്കുറിച്ചല്ല ചിന്തിച്ചത്, വരും തലമുറയെക്കുറിച്ചാണ്. ഇതൊരു സാധാരണ മനുഷ്യന്റെ ചിന്തയല്ല, ഒരു യഥാർത്ഥ രാഷ്ട്രനേതാവിന്റെ ദീർഘവീക്ഷണം തന്നെയാണ്. അപ്പോ ഇവിടെ രണ്ട് ചിന്തകൾ തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ഒരു വശത്ത് ഒരമ്മയുടെ നിഷ്കളങ്കമായ സ്നേഹം, അതിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായ സങ്കടം. മറുവശത്തോ ശാസ്ത്രിജിയുടെ ഉയർന്ന ആദർശം. വ്യക്തിപരമായ വേദനയേക്കാൾ എത്രയോ വലുതാണ് രാജ്യത്തിന്റെ ഭാവിയും കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ട സന്ദേശവും എന്ന് വിശ്വസിക്കുന്ന ആ വലിയ മനസ്സ്. മകന്റെ ആ വാക്കുകൾ അതാ അമ്മയുടെ ഹൃദയത്തിൽ അത്രയേറെ ആഴത്തിൽ പതിഞ്ഞു. ആ ഒരൊറ്റ നിമിഷം അവരെടുത്ത തീരുമാനം അത് വെറുമൊരു അമ്മയുടെ തീരുമാനമായിരുന്നില്ല, അതൊരു ചരിത്രപരമായ തിരഞ്ഞെടുപ്പായിരുന്നു. മകന്റെ വാക്കുകളിലെ സത്യം ആ അമ്മ തിരിച്ചറിഞ്ഞ നിമിഷം അവരിലൊരു വലിയ മാറ്റം സംഭവിച്ചു. അവർ സ്വന്തം ദുഃഖം ഉള്ളിലൊതുക്കി രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന തന്റെ മകന്റെ ആദർശത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ ആ അമ്മയും വരും തലമുറകൾക്ക് ത്യാഗത്തിന്റെയും ധീരതയുടെയും ഏറ്റവും വലിയ മാതൃകയായി മാറി. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമൊരുപക്ഷെ ഇതാണ്: സ്വന്തം സുഖങ്ങളെയും ദുഃഖങ്ങളെയും കാൾ വലിയൊരു ലക്ഷ്യത്തിനായി നമ്മൾ നിലകൊള്ളുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മഹാനാകുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയും അദ്ദേഹത്തിന്റെ അമ്മയും നമുക്ക് മുന്നിൽ വരച്ചുകാട്ടുന്നതും ആ മഹത്വത്തിന്റെ പാതയാണ്. ഈ ചിന്ത നിങ്ങളിലും ഒരു പ്രചോദനമാകട്ടെ.